അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണത്തിൽ വ്യക്തത വരുത്താനാകാതെ വ്യോമയാന മന്ത്രാലയം. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തുടരുകയാണ്. യുഎസിൽ നിന്നും യുകെയിൽ നിന്നും വിമാന കമ്പനിയുടെ വിദഗ്ധ സംഘം ഇന്ന് ഇന്ത്യയിലെത്തും. വിമാനാപകടം അന്വേഷിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ച് വ്യോമയാന മന്ത്രാലയം ഉത്തരവിറക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഈ സമിതിയുടെ തലവൻ. അജീഷ് ജയകുമാർ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ അന്വേഷണം ഇപ്പോഴും തുടരുകയാണല്ലോ. ഈ റെക്കോർഡിംഗ്സ് പരിശോധിക്കുകയാണ്. എപ്പോൾ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും അജീഷ്? ഉന്മേഷ ക്രിസ്റ്റീന, എന്തായാലും ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്. അതിൽ ഈ ബ്ലാക്ക് ബോക്സ് ഏറെ നിർണായകമാണ്. ബ്ലാക്ക് ബോക്സിന്റെ പരിശോധനാ ഫലം കിട്ടാൻ ദിവസങ്ങൾ വേണ്ടി വന്നേക്കും. അത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് അതിന്റെ പരിശോധന നടത്തുന്നത്. അതിൽ FDR-ഉം ഒപ്പം തന്നെ CVR ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഇതിന്റെ അകത്തുള്ള ഡേറ്റാസ് അത് വീണ്ടെടുക്കണം. അതിന്റെ പരിശോധനകൾ പിന്നീട് നടത്തണം. അതിന് ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് ഈ ഫ്ലൈറ്റിനകത്ത് ആ സമയത്ത് ഈ ടേക്ക് ഓഫിന് ശേഷം നടന്നിട്ടുണ്ടാവുക യഥാർത്ഥത്തിൽ എന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഒരു അനുമാനത്തിലെത്തിയിരിക്കുന്നത്, ഈ ദൃശ്യങ്ങളിലടക്കം ഉള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചതിൽ നിന്ന് ഒരു അനുമാനത്തിലെത്തിയിരിക്കുന്നത്, ഈ ബേർഡ് ഹിറ്റ് ഉണ്ടാവാനോടൊരു സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അവർ പറയുന്ന ഒരു കാരണം ഈ പക്ഷികൾ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ എഞ്ചിനിൽ നിന്ന് ഈ തീയും പുകയും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഒരുമിച്ച് രണ്ട് എഞ്ചിനുകളും അങ്ങനെ തകരാറാവാനുള്ള സാധ്യതയും ബേർഡ് ഹിറ്റിലൂടെ ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ടേക്ക് ഓഫിന് പിന്നാലെ തന്നെ രണ്ട് എഞ്ചിനുകളും തകരാറിലായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിമാനത്തിന് വേണ്ട ഉയരം കൈവരിക്കാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം രണ്ട് എഞ്ചിനുകൾക്കും പ്രശ്നമുണ്ടായിരുന്നു എന്നാണ്. അതെന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലമുണ്ടായതാണെന്നാണ് ഇവരുടെ ഒരു പ്രാഥമിക നിഗമനം. മാത്രമല്ല, ഈ പൈലറ്റുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ഒരു പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് എന്തായാലും ഈ രണ്ട് സംഘങ്ങൾ, അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും വിദേശത്തെ സംഘങ്ങളും ഇവിടെ എത്തി പരിശോധന നടത്തും. വിദേശ സംഘം ഇന്ന് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. UK-യിൽ നിന്നും US-ൽ നിന്നും ഈ ബോയിങ് വിമാന കമ്പനിയുടെയും പ്രതിനിധികൾ ഇവിടെ ഈ അഹമ്മദാബാദിലെത്തി അപകട സ്ഥലം സന്ദർശിക്കും. കൂടാതെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഘാംഗങ്ങളുമായി ഇവർ ചേർന്ന് പ്രവർത്തിക്കും. എന്താണ് ഈ ബോയിങ് 787 വിമാനത്തിന് അത് സംഭവിച്ചത് എന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ഈ ലോകത്താകമാനം ഒരുപാട് വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു വലിയ എയർക്രാഫ്റ്റ് തന്നെയാണ് ഈ ബോയിങ് 787. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു അപകടമുണ്ടാകുമ്പോൾ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും മാനുഫാക്ചറിങ് പിഴവാണെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. നിലവിൽ എന്തായാലും DGCA ചില നിർദ്ദേശങ്ങൾ കൂടി എയർ ഇന്ത്യക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ഭാഗത്തുള്ള അതിൻ്റെ ഫ്ലീറ്റിലുള്ള ഈ ബോയിങ് 787, 8, 9 സീരീസുകളിൽപ്പെട്ട വിമാനങ്ങൾക്ക് ചില മാനദണ്ഡങ്ങൾ, സുരക്ഷാ മാനദണ്ഡ പരിശോധന കൂടി കർശനമാക്കിയിട്ടുണ്ട്. അത് നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷമേ ഈ വിമാനങ്ങൾക്ക് ഇനി ഇന്ത്യയിൽ നിന്ന് സർവീസ് നടത്താനാകൂ. ആ പരിശോധനാ ഫലം അത് DGCAക്ക് നൽകണമെന്നും ഉത്തരവായിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് കാര്യക്ഷമമായി തന്നെ നടക്കുകയാണ്. ഉന്മേഷ്. ശരി അജീഷ്.